എന്താടേ ഇന്നുണ്ട് എന്ത് പറയാ പ്രവർത്തനമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നന്നായി പോകുന്നു. രാഷ്ട്രീയ പ്രവർത്തനം കുഴപ്പമില്ല പോകുന്നുണ്ട്. കുഴപ്പമില്ല. കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? എന്ത് കല്യാണത്തിൽ വന്ന ഇവിടെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള കുഴപ്പമാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പിറകെ കയറി വരിക. എന്തിനാണ് ഈ പോണത്? ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരും. നാളായിട്ടാ കണ്ടിട്ട്. അതല്ല, അതിൽ കാര്യമുണ്ട്. ഈ പെണ്ണ് പ്രത്യേകിച്ച് ഇതാണ് വരുമ്പോഴും കാണുമ്പോൾ മാത്രമേ തോന്നുള്ളൂ. അല്ല നിനക്ക് ഇവിടെ അതൊരു പൊക്കിവിടി. ഈ ഏട്ടൻ വിടത്തില്ല ഒറ്റയ്ക്ക്. എന്ത് ഞാൻ പിടിച്ചു വെച്ചേക്കണത് തന്നെ. ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പോവാം. പക്ഷേ അവിടെ പോയാൽ അതൊരു ശരീരം കൂടല്ലോ. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. പക്ഷെ അവൾ എപ്പോഴും പറയും കേട്ടോ, ഒരു 2 ദിവസം അല്ല 2 ദിവസം ഒരു 2 ആഴ്ചയെങ്കിലും വന്ന് നിന്റെ വീട്ടിൽ നിൽക്കണമെന്ന്. എടാ നീ 2 ആഴ്ച 1 മാസം വന്നില്ലേ? അതിനങ്ങനെ നീ ആ പാലുകാച്ച് കഴിച്ചിട്ട് അത് തിരിഞ്ഞു നോക്കിയോടാ ഇതുവരെ. സമയം വേണ്ടടാ. ആർക്കാണ് സമയം ഇല്ലാത്ത? എല്ലാരും ഇങ്ങനെ സമയം കണ്ടെത്തി വരെയാണ്. ചായ എടുക്കാം. ചായ മാത്രമേ ഉള്ള തിരിച്ചു കളിക്കാത്ത എന്തുണ്ടെങ്കിലും എടുത്തോ. അയ്യോ അയ്യോ അറിയാ, ഞാൻ പഴയ ഓർമ്മ ഇതാണ്. നീയാണല്ലോ ഇപ്പോഴത്തെ ഓണർ. ഇപ്പോഴത്തെ അല്ല, പണ്ടേ ഞാനല്ലടാ ഓണർ. അവൻ ചെയ്യുന്ന ഓരോ പണികളല്ലേ. ഇവിടെ ആയിരിക്കും ഇരിക്കുന്നല്ലേ. ഓ പിന്നെ അമ്മയും അമ്മാവനോട്? അമ്മയും അമ്മാവനും സംഘർഷഭരിതമായ ഒരു ഭൂമിയിലേക്ക് പോയിരിക്കുകയാണ്. അതെവിടെ? ശബരിമല തന്നെ? അല്ലല്ല, പിന്നെ ഇവിടെ അമ്മാവന്റെ വീട്ടില് അവിടെ ഒരു അതിർത്തി തർക്കമല്ല. അമ്മാവന്റെ പുരയിടത്ത് നിൽക്കുന്ന ഒരു പ്ലാവ്. ആ പ്ലാവിന്ന് ഇലകൾ പ്ലാവില അപ്പുറത്തെ പുരയിടത്ത് വീഴുന്നു. അപ്പൊ അയാൾ പറയുന്നു ഈ മരം മുറിച്ചു കൊടുക്കണമെന്ന്. അമ്മാവൻ തയ്യാറല്ല. ഇതങ്ങോട്ട് കുറെ വർഷമായാലേ. പ്ലാവ് ചെറുതായിരുന്നു, അപ്പൊ 2 ഇല വീഴുള്ളായിരുന്നു. ഈ പ്ലാവ് വളരുന്നതനുസരിച്ച് വളക്ക് വലുതായിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഒരു തീരുമാനമാവും. എന്തിനാ നീ പോകുന്നത്? ഞാൻ പറഞ്ഞത് ഇതൊന്ന് സംഘർഷം മൂത്ത് വരുമ്പോ അറിയിക്കാൻ പറഞ്ഞു. എന്തിന്? മൂങ്ങായി എനിക്ക് പറഞ്ഞില്ല, ഈ വയസ്സുകാലത്ത് അമ്മാവൻ കിടന്ന് വെള്ളം ഉണ്ടാക്കിടന്നൊക്കെ നമ്മൾ പോയാല്. അല്ലടാ, അതെന്താണെന്നറിയാമോ, ഈ പണ്ടുള്ളവരെ ഈ കുറച്ച് ഒരു ലിങ്ക്സ് വസ്തുവിന് പോലും വഴക്കൂടും. ആണാ പൈസ വിട്ടു കൊടുക്കില്ല. അമ്മ പറയും, ചെറുക്കാ നീ വിട്ടുകൊടുക്കല്ലേ, അച്ഛ ഉണ്ടാക്കിയാണ് അമ്മ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച് അമ്മ കൂടെ പോയിക്കാ. ഞാൻ മേടത്ത് പറഞ്ഞു പോലെ വയ്യാത്ത അവിടെ പോയി നെഞ്ചുവനായിട്ട് തിരിച്ചു വല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവും. അതല്ല, നമ്മളെ പ്രമുഖ അറിഞ്ഞില്ലേ ക്ലീറ്റോ മത്തായി ഈ കാര്യം? പിന്നെ അറിഞ്ഞ് അമ്മാവ അവനെ കൂട്ടി വിളിക്കുന്ന അറിഞ്ഞ് ഇന്ന് വെളുപ്പിനെ മുങ്ങിക്കളഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ല. സാധാരണ അവിടെ പോയി അവന്റെ മരമാണെന്ന് പറഞ്ഞ് മുറിച്ച് അവൻ വിൽക്കാറാണല്ലോ. അപ്പൊ അത് അല്ല, ഇത് കളി നടക്കൂല. അറുത്ത ഈ കുപ്പൊക്കെ ആളെ അമ്മാവൻ ആ ഏരിയ അടുപ്പിക്കില്ല അവനെ. അത് ശരിയാണ്. നീ വെറുതെ ഇറങ്ങിയ അളിയാ? വെറുതെ ഇറങ്ങിയതാണെന്ന് ചോദിച്ചാ അല്ല, ഒരു കാര്യമുണ്ട്. കല്യാണം ആലോചിച്ചല്ല വന്നാണ്. നിന്റെ ഈ മുഖപുരം കണ്ടിട്ട് നീ ഇങ്ങനെ ഭയങ്കര കാലിനകം കൊണ്ട് ഇത് കാര്യം പറടാ. കല്യാണം ആലോചിച്ചത് അതല്ല. അതായത് നമ്മുടെ ഇപ്പോഴത്തെ KSEB നമ്മുടെ പാർട്ടിയുടെ നിര ഇത്തിരി പരിങ്ങലാണ്, നിനക്കറിയാമല്ലോ. ശരിയാ. അപ്പോൾ മേൽക്കടകത്തിൽ നല്ല പ്രഷർ. നമുക്ക് യൂണിയൻ ഒന്ന് കൊഴിപ്പിക്കണം. നല്ല ആരെങ്കിലും വേടാ. അങ്ങനെ തന്നെ ആലോചന ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ നിന്റെ പേരൊന്ന് നിർദ്ദേശിച്ചാലോ എന്നൊരു ആലോചന. എന്തിന്? എന്തിന്റെ കാര്യം പറഞ്ഞ? കുഴപ്പമെന്ത്? എടാ, ഞാൻ നിന്റെ അടുത്ത് നല്ല ആരെങ്കിലും വെക്കാനാ പറഞ്ഞത്. എടാ അതല്ലേ പറഞ്ഞത്, നിനക്കെന്ത് കുഴപ്പം? എടാ, നിനക്കറിയില്ല, പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ രാഷ്ട്രീയം ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ്. ശരി. മാത്രമല്ല എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞും കൂടാ. അറിയാത്ത കാര്യത്തിൽ ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? അതിങ്ങനെ വരുന്നവരൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ കുറച്ച് ബിസ്ക്കറ്റ് കാണിക്കും, കഴിക്കലെന്ന് പ്രാർത്ഥിക്കും, തിരിച്ചെടുത്തോണ്ട് പോവാം. എല്ലാ കറക്റ്റ്. നീ എന്തിനാ എടുത്തത്? വന്നെന്തിനറിയാമോ? എന്നെ യൂണിയന്റെ ആളാക്കാൻ വേണ്ടി വന്നേക്കുക. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പൊ ഞാൻ തന്നെ പഞ്ചായത്ത് മെമ്പറായി. ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ആയത്. സത്യം. അത് ഒരുമാതിരിയുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം എന്റെ വഴിക്കും പതുക്കെ പഠിച്ചോളൂ. എടി, ഞാൻ പറഞ്ഞു ഇതൊക്കെ ഏതെങ്കിലും നല്ലൊരാളെ വെക്കാൻ പറഞ്ഞു. അത് കറക്റ്റാ. നല്ലൊരാളായോണ്ടല്ലേ അവനെ വിളിച്ചത്. അല്ല, നീ അതെന്ത് നിർത്തി പറഞ്ഞത്? അല്ല, നല്ല ആളെ ആരെങ്കിലും വെക്കണല്ലേ നല്ലത്. ഞാൻ മോശക്കാരനാ? അതല്ലേ. അതെന്ത് കേട്ടാ, നിനക്ക് വലിയ കുഴപ്പമില്ല. അത് ചെറിയ തള്ളു എന്റെ അതിന് മിടിക്കാവള്. അതെല്ലാരും അങ്ങനെ തന്നെ. അപ്പം ഞാൻ എന്തെങ്കിലും പറ്റൂടാ. ശരിയാവൂടാ. അല്ലെ, അത് പറഞ്ഞാൽ ശരിയാവൂല. നീ വന്നാലേ നിനക്കാണെങ്കിൽ കുറെ സ്വാധീനം ഉണ്ട് അവിടെ. അതല്ല, ഒരു ക്യാരക്ടറിന്റെ ഒരു ഇതുണ്ട്. അവനെ പോലെ അല്ല. ആര് കേട്ടാ ഇല്ലല്ലേ പറയുന്നേക്ക്, ആര് കേട്ടാലും കനെ കൊള്ളാം എന്നൊരിതുണ്ട്. അപ്പൊ ആ ഇമേജ് വെച്ചാണ് നമുക്ക് പിടിക്കാൻ. നമ്മളൊരു കാര്യത്തിൽ അറിയാൻ അതിന്റെ പിറകെ നിൽക്കണം. അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം. കാരണം നമ്മൾ രാവിലെ ഇവിടുന്ന് ഓഫീസിൽ പോയിട്ട് പിന്നെ വൈകുന്നേരം ഇത് ഒന്നാമത് കാര്യം യൂണിയനിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജോലി ആകുമ്പോഴത്തേക്ക് എനിക്ക് പൈസ മേടിക്കണമെങ്കിൽ ജോലി ചെയ്തേ പറ്റുള്ളൂ.
ഇടാ അത് കുറച്ച് പേര് അത് മാറ്റി നിർത്ത്. അത് ഈ പൈസ യൂണിയനിലായി കഴിഞ്ഞാൽ പിന്നെ നേതാവെന്ന് പറഞ്ഞാൽ നീ ജോലി ചെയ്തോ, അതിൻ്റെ കൂടെ ഇത് നടക്കട്ടെ. ഈ പ്രവർത്തനത്തിന് വലിയ സമയം വേണ്ട, ഈ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള സമയത്ത് മതി. ശരിയാവൂലടാ. ഇല്ലേ 10 പേർക്ക് ഇറങ്ങി പ്രവർത്തിരേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരട്ടെ. എന്തായാലും അളിയ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. നീ വാക്ക് കൊടുത്താ? പിന്നെ ഞാൻ അവർക്ക് ചോദിച്ചിട്ട് കൊടുക്കണടാ. ഞാൻ നിന്റെ അടുത്തൊരു ഇത് ചോദിക്കണോടെ, വേറെ ഒന്നിനല്ലല്ലോ, ഒരു നല്ല കാര്യത്തിനല്ലേ. അതുകൊണ്ട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ യാതൊരു മാസവുമില്ല. നീ എന്നെ അടുത്ത നമ്മളെ യൂണിയൻ സെക്രട്ടറി. അത്യാവശ്യം ചായ ഇഷ്ടപ്പെട്ടില്ലടാ? പിന്നെ സൂപ്പർ ചായ, രാഗി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ചായടാ. ആണോ? ഓ അല്ലേ രാഗിയുടെ ചായ? അല്ല നീ ഇതിനെ പിന്നെ അവിടെ അടുത്ത് പറഞ്ഞോളായിരുന്നു, അവിടെ പ്രശ്നമാവും. പിന്നെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഒരു മാറ്റവും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആലോചിക്കണം, എന്നെ കൊണ്ട് ഒരാലോചന അതിൽ എല്ലാം ഓക്കെ. ഇതാര് എവിടെ പോണു? റേഷൻ കിടക്കുക ലാസ്റ്റ് ഡേറ്റാ, റേഷൻ കിട്ടൂല. ആ അപ്പൊ അത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ റേഷൻ കാർഡിലുള്ള ആൾ പോയാലേ സാധനം കിട്ടുള്ളൂ. തമ്പ്. ആ തമ്പ്. അല്ല എവിടെ പ്രമുഖൻ? അവനെ പറഞ്ഞേക്കാൻ എന്ത് ഇതിനൊക്കെ? അവന്റെ ശരീരം അനങ്ങൂലേ? റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കേണ്ട ആളാണോ ക്ലീറ്റോ? പിന്നെ ക്ലീറ്റോ ഒരു നിലയിൽ എത്തേണ്ട മനുഷ്യനാണ്. എന്നെത്തും? അത് എത്തുമ്പോ എത്തിക്കോളും, ആരും അത്ര ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ സമയം കാണൂല, സമയമില്ല. രാവിലെ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം പാർട്ടിയില്. ആ നല്ല ഒന്നാന്തര സമൂഹത്തിന് വേണ്ടിയിട്ട് എന്താണ്ട് വരൾച്ചയുടെ ഒക്കെ എന്തോ കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ക്ലീറ്റോ പ്രവർത്തിക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പൊ എവിടെ പോയാലും ഒട്ടും സമയമില്ല, ഒരാളെ ഉള്ളൂ നമുക്ക് അങ്ങനെ അല്ലല്ല. അയ്യോ 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 അത്ര ചിരിക്കൊന്നും വേണ്ട, ഒരാള് മതി. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അമ്പളിക്കുട്ടി ചേട്ടൻ വിചാരിച്ചിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ നമ്മുടെ നാടിന് വേണ്ടിയിട്ട്? എവളുടെ വിശ്വാസം ഉണ്ടല്ലേ, അവനിലുള്ള ഈ വിശ്വാസം അതാണ് അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുമല്ല വേറെ കാര്യം പറയട്ടോ, ഇവൾ ഒറ്റ ഒരുത്തിയാണ് അവനെ ഇല്ലാതാക്കണം. അത് സത്യം, അത് നീ പറഞ്ഞ 100% സത്യം. അതാണ് റേഷൻ കിടക്കല്ലേ. വാ ഞാൻ അങ്ങോട്ട് തന്നെ ഇറക്കാം. അവിടെ വേണ്ട, എന്ത് ഞങ്ങൾ എതിർ പാർട്ടിക്കാരുടെ വണ്ടിയിൽ കേറാറില്ല. ക്ലീറ്റോ നീ എന്റെ അളിയനെ നിന്റെ പാർട്ടിയുടെ യൂണിയനിലേക്ക് വലിക്കാൻ വേണ്ടി വന്നതാണെന്ന് എനിക്കറിയാം. ഓഹോ, അത് നീ എങ്ങനെ അറിഞ്ഞു? ഇടേ എനിക്കിവിടെ ശരിക്കും നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ, നിന്നെപ്പോലെ അല്ല ഞാൻ. ആ കാര്യം നീ മറക്കല്ലേ. അളയവൻ വിളിച്ചെന്നുള്ളൂ, ഞാൻ ചേർന്നിട്ടൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നീ ചേരാൻ പോയി നോക്ക്, ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ സമ്മതം ആർക്കും വേണം? ആ ഇവിടെ എന്റെ സമ്മതം വേണം. എവിടെ കേട്ടാ, ഒരു പൊതുപ്രവർത്തകൻ ഈ വീട്ടിലുണ്ട് അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങൾക്ക്. ഇനി വേറൊരാൾ ഇവിടെ വേണ്ട. ഞാൻ പോണു, നീ പറഞ്ഞു വാ. ഞാൻ പോയിട്ട് വെച്ചേടാ നീ എവിടെ പോണു? റേഷൻ കടയില്. റേഷൻ കടയിൽ ഞാൻ പോയിക്കോളാം. ഇങ്ങോട്ട് എനിക്ക് 2 കാലുണ്ട്, ഞാൻ നടന്നു പോയിക്കോളാം കേട്ടാ. പിന്നെ ബാക്കിയുള്ളവർക്ക് 4 കാലമുള്ളത്. ആ നിന്നെ പോലുള്ളവന് 4 കാലും ഉണ്ട്, ഒരു വാലും ഉണ്ട്. അയ്യോ എന്റെ അവതാരം വേണ്ട, നീ ചെല്ല്. ചെറിയ പ്രശ്നം മൊത്തത്തിൽ നിനക്ക് പ്രശ്നമുണ്ട്. മാറി തൊടാ, വണ്ടി പോട്ട്. വണ്ണം വെച്ചൊന്നും എടുക്കണായിരുന്നു. ഈ വീട്ടിലെ ഒരു രാഷ്ട്രീയക്കാരൻ മതി കേട്ടാ. ഇത് റേഷൻ കടയിൽ പോകാന്ന് പറഞ്ഞിട്ട് കൂട്ടണി കയറി റേഷൻ കടയിൽ പോകാൻ പോണം. പിന്നെ എടാ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ പെണ്ണ് നീ ഈ വേലത്ത് പോണ്ട്, നീ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. പട്ടണി കിടന്നാ പിന്നും അന്തസ്സുണ്ട്. കണ്ട അലവലാദികളുടെ ഇവിടെ സ്കൂട്ടറിൽ കയറാൻ പോണോളൂ. ഞാൻ സ്കൂട്ടറിൽ കയറിയില്ലല്ലോ. കയറിയെങ്കിൽ കാണായിരുന്നു. ഉണ്ടോന്നേടാ വെയിലാന്നിട്ട് കൂടി വേണേ. ഓ കയറിയിരുന്നെങ്കിൽ ഉണ്ടല്ല പിന്നെ ആംബുലൻസിൽ കയറ്റിയാണ് ഞാൻ. എന്തിനു പറഞ്ഞ ഇത് വല്ലാത്ത തലവേദനയായി. ഒരു വശത്ത് അമ്പിളിക്കുട്ടെ, മറുവശത്ത് ക്ലീറ്റോ. ഇത് ആര് പറഞ്ഞാൽ ഞാൻ കേൾക്കണേ? ഇപ്പൊ ക്ലീറ്റോ പറയണമെന്നും കേട്ടിട്ട് ഒരു കാര്യമില്ലടാ. നമുക്ക് ഗുണമുണ്ടോ നോക്കുക. നിന്റെ കൂടെ ജോലി ചെയ്യണവരിൽ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം എന്താ? അല്ല, ഒരു കൂടുതൽ ആൾക്കാരും പറയുന്നത് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആവണമെന്നാണ് പറയുന്നത്. ആ പിന്നെന്താ, അങ്ങനെയാണെങ്കിൽ നിൽക്കന്നെ. നീ എന്നിട്ട് എന്താ മറ്റേ അവനോട് പറഞ്ഞ്? അമ്പിളിക്കുട്ടോട് ഞാൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തില്ല, നല്ലൊരു ചെറിയൊരു ഭാഗികമായിട്ടൊരു സപ്പോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങോട്ട് ഉറപ്പിച്ചോ. ഏട്ടാ, ക്ലീറ്റോ ചേട്ടനെ പോലെ വെറുതെ രാഷ്ട്രീയം കളിച്ച് നടക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലേ. എന്താടി പറയണേ? ഇത് അവന്റെ കൂടെ ജോലി ചെയ്യണവരുടെ യൂണിയനിൽ നിൽക്കാനാണ്, അല്ലാണ്ട് പൊതുപ്രവർത്തനത്തിൽ നടക്കാനല്ല. ഓഫീസിനകത്തിന് വേണ്ടിട്ട് കളിയാ എന്തായി തീരുമാനം?
അമ്മാവൻ പറയുന്നത് അമ്പളിക്കുട്ടൻ്റെ കൂടെ നിൽക്കണ്ടെന്നായിരിക്കും. എൻ്റെ അമ്മാവനെ വിവരമുണ്ട്, അതാ. ഞാനതല്ല പറഞ്ഞത്, അവനോട് നിൽക്കാനാണ് പറഞ്ഞത്. അമ്മാവ മണ്ണും പുണ്ണാക്കും അറിഞ്ഞൂടാതെ സംസാരിക്കരുത്. എന്തറിഞ്ഞിട്ടാണ് അമ്മാവ് അങ്ങനെയൊക്കെ പറയണേ? എടാ ഞാനൊരു കാര്യം പറയാ, ഭാഗ്യം ചിലപ്പോഴേ വരൂ. അത് പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്, ഉചിതമായ തീരുമാനം എടുത്തോണം. അമ്മാവൻ പറഞ്ഞ കേട്ട് നീ എടുത്തു ചാടരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അതിന് നിന്റെ യൂണിയനൊന്നും അവിടെ ഇല്ലല്ലോ. എന്റെ പാർട്ടി എന്റെ യൂണിയൻ ഇല്ലെങ്കിൽ എന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടി പ്രതിപക്ഷ യൂണിയൻ അവിടെ വളരെ സ്ട്രോങ് ആണ് അറിയാ. അതെ, എങ്ങാനും നീ അവരുടെ ഇതിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് പറഞ്ഞത് ഞാനൊക്കെ ആയിരിക്കും. എന്നെ പോലുള്ള ഒരു നേതൃനിരയിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ചെറുത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. ഇവന്റെ വാക്കൊന്നും കേൾക്കല്ല. എത്ര വർഷമായിട്ട് അവൻ നിന്നായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. നീ ചെറുത്തുക്കാണല്ലോ, അവനൊരു ചുക്കും ചുണ്ണാമ്പ് ചെയ്തിട്ടില്ലല്ലോ. അതെ, രാഷ്ട്രീയ രംഗം വേറെ, നമ്മുടെ വീട്ടിലുള്ള ഒന്നും രണ്ടും പറയണത് പോലെ അല്ല രാഷ്ട്രീയം. അല്ലാതെ ഇത് സംഭവിച്ച പറഞ്ഞല്ല, ഈ അമ്പിളിക്കുട്ടിന് മേലുള്ള ആൾക്കാർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഒരു അഭിമാന പ്രശ്നമായി പോയി ഞാൻ അങ്ങനെ ചെന്നില്ലെങ്കിൽ. അഭിമാനം അമ്പിളിക്കുട്ടന് മാത്രമേ ഉള്ളൂ അഭിമാനം. അപ്പൊ എനിക്ക് അഭിമാനമൊന്നുമില്ല അല്ലേ? അപ്പൊ ഞാൻ ഈ കുടുംബത്തിൽ ആരുമല്ല. അല്ല അമ്പിളിക്കുട്ടൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എടേ അളിയാ, ഞാനും വാക്ക് കൊടുത്ത്. എന്റെ മനസാക്ഷിയോട് ഞാൻ ഇന്നലെ രാത്രി മുതലേ ഇങ്ങനെ പറയണ. എന്റെ കൂടെ നിൽക്കും, അളി എന്റെ കൂടെ നിൽക്കും, എന്റെ ചങ്കാണ്. കളി ഞാൻ പറയണ പോലെ കേൾക്കുന്നു. കുടുംബ അളിയനൊക്കെ വേറെ, രാഷ്ട്രീയം വേറെ. രാഷ്ട്രീയത്തെ നീ പറയാൻ നിൽക്കരുത്. അമ്മാവൻ വന്ന് ഇടം കൊണ്ടിട്ട് അളിയൻ പകുതി മനസ്സോടെ നിന്നാണ് എന്റെ കൂടെ നിൽക്കാൻ. അമ്മാവൻ വന്ന് ഓതി അവനെ. പിന്നെ ഞാൻ ഓതിയിട്ട് വേണ്ട അവൻ നേരാവൻ. നല്ലതും കെട്ടതൊക്കെ തിരിച്ചറിയാം, അവനറിയാം, അവൻ തീരുമാനിക്കും. നീ ഇതിന്റെ പേരിൽ വഴക്കുമാക്കാനൊന്നും വേണ്ട. നീ ആവശ്യമില്ലാതെ എടുത്ത് ചാടരുത്. നീ വെറുതെ നേതാവാൻ നോക്കണ്ട. അല്ലെ അങ്ങനെ അല്ലല്ലോ. ഇതിപ്പോ വേറെ നിനക്കെതിരെ എന്ന് വരുന്നത് അല്ലല്ലോ. നിന്റെ പാർട്ടി അവിടെ ഇല്ല, അമ്മാവൻ പറഞ്ഞ പോലെ. ഇതിപ്പോ എതിർ യൂണിയനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നീ പറഞ്ഞതുപോലെ ചെയ്യേ, നീ തിന്നോ. ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ അങ്ങോട്ട് വിട്ടു. ഞാനിപ്പോ എന്താ വേണ്ട? നീ നല്ലതിൽ ഉറച്ചു നിൽക്കുക. നീ അവന് വാക്ക് കൊടുത്തും കാര്യം നടത്തുക. അറിയാ, നീ നിക്കണ്ട. നിനക്ക് അങ്ങനെ മോഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഭാവിയിൽ നിനക്ക് ഞാൻ അതിനുള്ള വകുപ്പുണ്ടാക്കി. നീ ഈ രാജ്യത്ത് എത്ര കാലം കളിച്ച് ഭാവി ഉണ്ടായിട്ടില്ലല്ലോ. അവനൊരു ഭാവി ഉള്ളത് കളയാൻ പറ്റില്ല. അവന്റെ നീ അറിയിപ്പോ ഞാൻ വേറെ നീ നേതാവാന്ന് വിചാരിക്കണ്ട, ഞാനത് സമ്മതിക്കില്ല. പിന്നെ നീ മാത്രമല്ല നേതാവായിട്ടുണ്ടാവില്ല. എന്താ നീ അമ്മാവനായി പോയി. ഇല്ലെങ്കിൽ എന്റെ പിന്നെ എത്രയോ അമ്മാവന്മാരാ മേളിലോട്ട് എടുക്കണം. നീ എന്നെ എടുക്കോടാ. നീ എന്നെ മേളിലേക്ക് കെട്ടിയെടുക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടേക്ക. ഞാനിപ്പോ എന്താ വേണ്ടത്? എടാ അവന്റെ വാക്ക് കേക്കല്ലേ. ഇങ്ങനെ യൂണിയനിലൊക്കെ നിന്നിട്ട് അതിന്റെ ഓരോ സ്ഥാനത്ത് എത്തുമ്പോ ജോലിയിൽ കയറ്റം കിട്ടാനും പലതിനും ഗുണങ്ങളുണ്ട്. ഇനി അവൻ രാവിലെ എഴുതിട്ട് അവന്റെ പോലെ കാണണ്ടേ എല്ലാ ദിവസവും? അവന്റെ മുഖം കാണണ്ട. അല്ലിപ്പോ അവന്റെ മുഖം കണ്ടെന്ന് മുഴുവൻ ഐശ്വര്യമില്ല എന്നല്ലേ പറയുന്നത്. പിന്നെ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യം എന്താ? കൊള്ളാല്ല. എന്ത് കുഴപ്പം ക്ലീറ്റോ നിങ്ങക്ക്? അതെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവൻ ആ യൂണിയന്റെ നേതാവാൻ ഞാൻ സമ്മതിക്കൂല. ക്ലീറ്റോ, അതിന് എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം എന്നാ ഞാൻ ഈ ചോദിക്കണേ? എനിക്ക് പ്രശ്നമുണ്ടടി. എന്ത്? എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിയൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ യൂണിയൻകാരുടെ മുമ്പിൽ എന്റെ വില എന്താവും? എന്നാ പിന്നെ ഒരു വഴിയുണ്ട്. അമ്മയെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ളതല്ലേ? ഞാനത് ആലോചിച്ചോണ്ടിരിക്കണം. അതാണ് നല്ലത്. അപ്പൊ അവൻ കേൾക്കും. അതല്ല പിന്നെ അതില് നല്ലൊരു വഴിയുണ്ട്. ഇപ്പൊ ക്ലീറ്റോ സപ്പോർട്ട് ചെയ്യണ ഒരു പാർട്ടി യൂണിയൻ ഉണ്ടല്ലോ അവിടെ. ആ യൂണിയനിൽ നിന്ന് ക്ലീറ്റോന്റെ സപ്പോർട്ട് അങ്ങ് പിൻവലിച്ചാൽ മതി. എന്റെ പഠിപ്പ് എന്റെ അടുത്ത് അടിക്കരുത് കേട്ടാ. അവൻ യൂണിയൻ നേതാവ് ആവാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവുക, അതിന് എന്ത് കൊള്ളരുതായി വേണമെങ്കിലും ഞാൻ ചെയ്യുകയും ചെയ്യും. നീ നോക്കിക്കോ. അതൊക്കെ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയാലോ. അല്ല, അവന് യൂണിയന്റെ നേതാവ് ആവണമെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടി യൂണിയൻ ഉണ്ടാക്കുമല്ലോ. അപ്പോഴത്തേക്ക് അവൻ അതിന്റെ നേതാവ് ഞാൻ ആക്കൂലേ? അതിനി ലോകം അവസാനിക്കണ്ടേ ക്ലീറ്റോ? തങ്കം, നീ എന്റെ പാർട്ടിയെ കുറിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞോണ്ടല്ല, എന്റെ വിധം മാറും. കാണാം നിന്റെ ആങ്ങളെ കൂണിയ നേതാവാവണത്. നിന്റെ അടുത്താണ് കളി. അതിന് മറ്റവനുണ്ടല്ലോ അമ്പളിക്കുട്ടായി, അവനും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണമെന്നാ ഓരോ ദിവസം ഓരോ കാരണങ്ങള്. എടുക്കുന്നില്ല. ഇതെന്താ അമ്മ ഇവര് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? അല്ലെങ്കിൽ എന്നാടി ആവശ്യ നേരത്തിന് അവനൊക്കെ ഒരു ഫോൺ എടുത്തിട്ടുള്ളത്? ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും നാളത്തെ രാഷ്ട്രീയത്തിൽ പരിചയമുള്ളതല്ലേ എന്റെ ക്ലീറ്റോ. അന്നേരം പറഞ്ഞാ വേണ്ട അവനിതൊന്നും എതിരിടാനുള്ള ശക്തി ഉണ്ടാവൂലെന്ന് കേട്ടാ മതിയായിരുന്നു. അതാ ഞാനും പറയണേ, ആ ക്ലീറ്റസ് പറയണത് കേട്ടിട്ട് അതിന് മാറിയാ മതിയായിരുന്നു. ദേ അമ്മാവൻ ഇങ്ങനെ സമയം പോലെ കേറി ഇറങ്ങി സംസാരിക്കല്ലേ. അമ്മാവനല്ലേ ഏട്ടനോട് നിക്കാൻ പറഞ്ഞത്? അതെ, നിക്ക് ഈ പാർട്ടിയും കിട്ടിയൊന്നുമില്ല. നിക്കിന്റെ കുട്ടികളെ വരുത്. അവര് തല്ലിപ്പ് തല്ലിട്ട് എന്തേലും പറ്റിയാലോ? നമ്മള് വിചാരിച്ച ഇവിടെ ഇപ്പൊ ഇല്ല നടക്കൂന്നുള്ള ആയല്ലോ. മാമ
എന്തായടാ അവിടെ അവൻ ജയിച്ചോ അവൻ സെക്രട്ടറി ആയോ പിന്നെ എന്തുണ്ടാവാനാ പറഞ്ഞുകൂടലയാ. അതെ, പഴയ ഉള്ള ഒരുത്തനെ ഒഴിവാക്കിയിട്ട് പുതിയ ഒരാളിനെ കൊണ്ട് അമ്പലിക്കുട്ടി അവിടെ ചെന്നപ്പോ തന്നെ അവിടെ ചളവളായി, എല്ലാം കുളമായി. തെളിച്ചു പറയടാ. എന്റെ ചെറുക്കനുണ്ട് ആന്റണി എന്ന് പറഞ്ഞ ഒരുത്തൻ. അവനെ കുപ്പായം തച്ചു വെച്ചിട്ട് കുറെ നാളായി ആ പാർട്ടിയിൽ ഉണ്ടാക്കാൻ നടക്കിട്ട്. പിന്നെ അവനെ ആക്കാതെ അവൻ സമ്മതിക്കില്ല. അമ്മാവാ, ഈ ആന്റണി ആരാ പയ്യനാ? നമ്മ എന്റെ പയ്യൻ അവനെ ആരാ കുത്തിത്തെറുക്കി ഇളകി വിട്ടത്? ഈ ക്ലീറ്റസ്. അമ്മ അടുത്താണ് പണി. സ്വന്തം അളിയനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് കാശും കൊടുത്തിട്ട് കരിങ്കാലി പണിക്കുന്ന ചതിയൻ. എനിക്ക് അളിയനൊന്നുമില്ല, അമ്മാവനൊന്നുമില്ല. ഞാൻ സംബന്ധിച്ചിട്ട് ഇപ്പൊ സ്ഥാനമോഹമില്ലാത്ത ആരാ ഉള്ള? നിനക്കില്ലേ മോഹം? അവന് ചെറിയ ആഗ്രഹം. ഈ ആന്റണി ആരാ? എന്റെ ചെറുക്കന. എന്റെ അല്ല എന്റെ ചക്കൻ. നിന്റെ എന്ന് പറഞ്ഞാൽ ഞാനും നീയൊക്കെ ആരാ? നമ്മളൊക്കെ ഇവിടെ കുട്ടിയെ കെട്ടിയാൻ പോയി, മൂടോടെ പോയി. അയ്യോ പോയി, അയ്യോ പോയ ബ്രാഞ്ച് സെക്രട്ടറി ആവാൻ പോയ മൂടോടെ താഴെ പോയി. അപ്പോഴും ഞാൻ ഇവരോട് പറഞ്ഞു ആവശ്യമില്ലാതെ പറഞ്ഞില്ലേ പോണ്ട പോണ്ട നീ കളിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഈ കളി ഞാൻ നിന്നോട് പറഞ്ഞ ഈ വീട്ടില് ഒരു രാഷ്ട്രീയ സിംഗം മതിയെന്ന്. അത് അത് മതി. പിന്നെ വേറെ കാര്യം, നീ എങ്ങാനും ബ്രാഞ്ച് സെക്രട്ടറി ആയി കഴിഞ്ഞാണ്ടല്ലോ ഈ അലവരാതിയില്ലേ ഇവിടെ കയറി ഇറങ്ങും. അതെനിക്ക് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല. അത് ഇനി നടക്കും. ചിലപ്പോഴേ ഉള്ളു ക്ലീറ്റോടെ കഴുത്തിൽ നീ തല അങ്ങ് പോകണം. നീ നടക്കും. നീ കളിച്ചിട്ട് എന്റെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം പോയി. പോണമല്ലോ, അതിനല്ലേ ഞാൻ കളിച്ചത്. പക്ഷെ അമ്പിളിക്കുട്ടിന്റെ സ്വാധീനത്തിൽ എന്നെ ഡിവിഷൻ മെമ്പർ ആക്കി. അതുക്ക് മേലെ എന്ന് പറഞ്ഞ ഭാവിയിലെ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതാ നിൽക്കുന്നത്. അതെങ്ങനെ ശരിയാവുള്ളൂ? അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെയൊക്കെ തന്നെ കാണും. അളിയ, അപ്പൊ ഇനി മുതൽ ഈ വീട്ടിൽ 2 സിംഹങ്ങൾ. എങ്ങനെ? 2 രാഷ്ട്രീയ സിംഹങ്ങൾ. ഒരു സിംഹം. ഇത് സിംഹം, അത് പൂച്ച. Alien versus Alien.